നമസ്കാരം. പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. കെൽട്രോണിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത തസ്തികയിലേക്കാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഈ തസ്തികയിൽ 67,150 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതും ശ്രദ്ധേയമാണ്. ഈ തസ്തികയെക്കുറിച്ചുള്ള എല്ലാ വിശദവിവരങ്ങളും അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ട വിധം, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ കാണാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അഥവാ കെൽട്രോണിൽ സ്ഥിര നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 28 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് KPSRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കെൽട്രോണിൽ എഞ്ചിനീയർ ട്രെയിനിങ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് 007/2026 ആകെയുള്ള വാക്കൻസി എന്ന് പറയുന്നത് 6 വാക്കൻസിയാണ്. പോസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, അതായത് സ്ഥിര നിയമനമാണ്. ഈ ഒരു തസ്തികയുടെ ശമ്പള സ്കെയിലായിട്ട് വരുന്നത് 32,400 മുതൽ 67,150 വരെയാണ്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. BE അല്ലെങ്കിൽ BTech, കമ്പ്യൂട്ടർ സയൻസ്, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് ME അല്ലെങ്കിൽ MTech ആണ്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് BSc+ MCA ആണ്. അടുത്തത് BCA+ MCA ആണ്. ഇത് അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് നേടിയതായിരിക്കണം. പ്രായപരിധിയായിട്ട് പറയുന്നത് 35 വയസ്സാണ്. അർഹരായ വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. അപേക്ഷ ഫീസായിട്ട് വരുന്നത് ജനറൽ അല്ലെങ്കിൽ OBCക്ക് 600 രൂപയും SC/STക്ക് 100 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷത്തെ ട്രെയിനിങ് കാലയളവിൽ പ്രതിമാസം 19,500 സ്റ്റൈവൻഡ് ആയിട്ട് ലഭിക്കും. ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗാർത്ഥികളെ 32,400 രൂപ മുതൽ 67,150 എന്ന ശമ്പള സ്കെയിൽ പ്രൊബേഷനിൽ നിയമിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. റിട്ടൺ എക്സാമിനേഷൻ ആണ്, എഴുത്ത് എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ തസ്തികയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളും KPSRBയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യോഗ്യരായ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 28 മുമ്പായി അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇത്തരത്തിലുള്ള ജോബ് ഇൻഫർമേഷൻ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.